നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. മന്ത്രിസഭാ യോഗത്തിൽ സിപിഐ മന്ത്രി പി പ്രസാദ് പറയുന്നത് കേട്ടപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രസാദിന്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു. ആദ്യമായാണ് ഒരു മന്ത്രി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ സംസാരിക്കുന്നത്. കഴിഞ്ഞ 9 വർഷത്തിനിടയിൽ ഇത്തരം ഒരു അനുഭവം മുഖ്യമന്ത്രിക്ക് ആദ്യമായിട്ടായിരുന്നു. മന്ത്രി പി പ്രസാദിനെ മന്ത്രിസഭാ യോഗത്തിൽ ഉടക്കാൻ പറഞ്ഞുവിട്ടത് സിപിഐ സംസ്ഥാന നേതൃത്വമാണ്. ബിനോയ് വിശ്വം സിപിഐ യോഗങ്ങളിൽ മൂകസാക്ഷി മാത്രമാണ്. ബിനോയെ മുഖ്യമന്ത്രിയുടെ ആളായാണ് നേതാക്കൾ കരുതുന്നത്. സംസ്ഥാന കമ്മിറ്റി പക്ഷേ മുഖ്യമന്ത്രിക്കെതിരാണ്. അവരാണ് പി പ്രസാദിനെ ചട്ടം കെട്ടിയത്. ഇതൊരു ടെസ്റ്റ് ഡോസാണ്. ഇനി എല്ലാ മന്ത്രിസഭാ യോഗങ്ങളുടെയും അവസ്ഥ ഇതായിരിക്കും. സ്വകാര്യ സർവകലാശാല ബില്ലിലാണ് സിപിഐ ആശങ്കയുമായി രംഗത്തെത്തിയത്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി യോഗത്തിലില്ലായിരുന്നു. മന്ത്രി പ്രസാദിന്റെ ആശങ്ക വെറും ശങ്ക മാത്രമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞെങ്കിലും ഇതുവരെ വേറെ ആശങ്കയില്ലെന്ന് പ്രസാദ് പറഞ്ഞു. എങ്കിൽ മന്ത്രി ബിന്ദു വരട്ടെ എന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. അങ്ങനെ കൂടുതൽ ചർച്ചയ്ക്കായി ബിൽ മാറ്റിവെച്ചു. ഇത്തരം സംഭവങ്ങൾ പിണറായിയുടെ ക്യാബിനറ്റിൽ അപൂർവമായി മാത്രമേ നടക്കാറുള്ളൂ. സംസ്ഥാനത്ത് സ്വകാര്യ സർവകലാശാലകൾക്ക് അനുമതി നൽകാനുള്ള ബിൽ ഇന്നലത്തെ മന്ത്രിസഭാ യോഗം പരിഗണിക്കുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ക്യാബിനറ്റ് യോഗത്തിൽ പങ്കെടുത്തില്ല. മന്ത്രി ബാംഗ്ലൂരിലായിരുന്നു. സ്വകാര്യ സർവകലാശാലകൾക്ക് അനുമതി നൽകാൻ സിപിഎം നേരത്തെ രാഷ്ട്രീയ തീരുമാനമെടുത്തിരുന്നു. SC/ST വിദ്യാർത്ഥികൾക്ക് പ്രവേശനത്തിൽ സംവരണം ഉണ്ടാകും. അതേസമയം ഫീസിൽ സർക്കാരിന് നിയന്ത്രണം ഉണ്ടാവില്ല. ബ്രൂവറി അനുമതിക്ക് പിന്നാലെ ഘടകകക്ഷികളെ മുഖവിലക്കെടുക്കാതെയുള്ള സിപിഎം തീരുമാനത്തിനെതിരെ പല കക്ഷികൾക്കും അതൃപ്തിയുണ്ടെന്ന വിലയിരുത്തലുമുണ്ട്. ബ്രൂവറി വിഷയത്തിൽ ഉൾപ്പെടെ മുന്നണിയിൽ ഒരു ചർച്ചയും കൂടാതെയാണ് തീരുമാനങ്ങൾ എടുത്തിരുന്നത്. AK ശശീന്ദ്രനെയും റോഷി അഗസ്റ്റിനെയും പോലുള്ള ഘടകകക്ഷി മന്ത്രിമാർ പിണറായിയെ കാണുമ്പോൾ തന്നെ പേടിച്ചു മിണ്ടാതിരിക്കും. മന്ത്രി കെ രാജനും ഒരു പരിധിക്കപ്പുറം മുഖ്യമന്ത്രിയുമായി സംസാരിക്കുകയില്ല. എന്നാൽ പ്രസാദ് അങ്ങനെയല്ല. തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ മുഖത്തു നോക്കി പറയാനുള്ള ആർജവം അദ്ദേഹത്തിനുണ്ട്. ഇക്കാര്യം പിണറായിക്കും അറിയാം. അതാണ് പ്രസാദിനെ അവഗണിക്കാൻ അദ്ദേഹം ശ്രമിക്കാതിരുന്നത്. കേരളത്തിൽ തുടങ്ങുന്ന സ്വകാര്യ സർവകലാശാലകൾ വമ്പൻ ടൗൺഷിപ്പുകളാക്കാൻ നിയമനത്തിൽ വ്യവസ്ഥയുണ്ട്. സർവകലാശാലകളോട് ചേർന്ന് ഷോപ്പിംഗ്, വിനോദ പാർപ്പിട കേന്ദ്രങ്ങൾ, ആശുപത്രികൾ, സ്കൂളുകൾ, ഗവേഷണ കേന്ദ്രങ്ങൾ, തൊഴിൽശാലകൾ എന്നിവ നിർമ്മിക്കാൻ അനുമതി നൽകും. ഇതോടെ യൂണിവേഴ്സിറ്റികൾക്ക് ചുറ്റുമുള്ള പ്രദേശം സംയോജിത ടൗൺഷിപ്പുകളായി വളരും. 5 വർഷം പ്രവർത്തിച്ചാൽ സംസ്ഥാനത്ത് എവിടെയും യൂണിവേഴ്സിറ്റികൾക്ക് ഓഫ് ക്യാമ്പസുകളും സ്റ്റഡി സെന്ററുകളും തുടങ്ങാനാവും. ഇത്തരം ടൗൺഷിപ്പുകൾ വരുന്നതോടെ കൂടുതൽ പ്രദേശങ്ങൾ വികസിക്കുമെന്നാണ് സർക്കാരിന്റെ വിലയിരുത്തൽ. UGC മാർഗനിർദ്ദേശപ്രകാരം 20 വർഷമായി പ്രവർത്തിക്കുന്നതും 3.26 മേൽ NAC ഗ്രേഡ് ഉള്ളതുമായ സ്ഥാപനങ്ങൾക്ക് സ്വകാര്യ യൂണിവേഴ്സിറ്റിക്ക് അപേക്ഷിക്കാം. നഗരങ്ങളിൽ 20, ഗ്രാമങ്ങളിൽ 30 ഏക്കർ ഭൂമി ഉണ്ടാവണം. കേരളത്തിൽ ഉയർന്ന ഭൂമി വില പരിഗണിച്ച് ഇതിൽ ഇളവ് നൽകുന്നത് പരിഗണനയിലാണ്. കോർപ്പറേറ്റ് മാനേജ്മെന്റുകൾ, ട്രസ്റ്റുകൾ, സൊസൈറ്റികൾ എന്നിവയ്ക്കും സ്വകാര്യ യൂണിവേഴ്സിറ്റികൾക്ക് അപേക്ഷിക്കാം. 20 കോടി സ്ഥിര നിക്ഷേപവും 30 കോടി പ്രവർത്തന പണവും ഉണ്ടായിരിക്കണം. മെഡിക്കൽ കോഴ്സുകൾക്കുള്ള ആരോഗ്യ സർവകലാശാല, എഞ്ചിനീയറിംഗ് പഠനത്തിന് സാങ്കേതിക സർവകലാശാല, നിയമ പഠനത്തിനും ലാം യൂണിവേഴ്സിറ്റി എന്നിങ്ങനെ പ്രത്യേകമായും അനുവദിക്കും. സ്വകാര്യ പങ്കാളിത്തത്തോടെ കൂടുതൽ സ്ഥാപനങ്ങൾ ഉണ്ടായാലേ ആരോഗ്യ വിദഗ്ധരെ കൂടുതലായി സൃഷ്ടിക്കാനാവൂവെന്നും സ്വകാര്യ മേഖലയിൽ മികച്ച സ്ഥാപനങ്ങൾ ഉണ്ടാക്കാൻ സ്ഥലം അനുവദിക്കാൻ സംസ്ഥാനങ്ങൾ തയ്യാറാവണമെന്നും കേന്ദ്ര നിർദ്ദേശമുണ്ട്. തൊഴിലുറപ്പ് നൽകുന്ന അത്യാധുനിക കോഴ്സുകളാവും സ്വകാര്യ യൂണിവേഴ്സിറ്റികളിൽ. പ്ലേസ്മെന്റിനും ഗവേഷണത്തിനും വിദ്യാർത്ഥി പരിശീലനത്തിനുമായി IIT-കളുമായി വിദേശ സർവകലാശാലകളുമായി കരാർ ഉണ്ടാക്കാനും സ്വകാര്യ സർവകലാശാലകൾക്കാവും. ബംഗളൂരിലെ അസീം പ്രേംജി സർവകലാശാല, അരുണാചൽ പ്രദേശ് സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷൻ, റിസർച്ച് ആൻഡ് ട്രെയിനിങ്ങുമായി OP ജിൻഡാൽ സർവകലാശാല, ഡൽഹി സർക്കാരിന്റെ ഡയറക്ടറേറ്റ് ഓഫ് ട്രെയിനിങ്ങുമായ കരാറുമുണ്ട്. അശോക സർവകലാശാല, ഡൽഹി, കാൺപൂർ, ബോംബെ, ജോധ്പൂർ, വാരണാസി IT-കളുമായാണ് കരാർ ഒപ്പിട്ടത്. നാനോ മെറ്റീരിയൽസ്, നാനോ ടെക്നോളജി, ബയോടെക്നോളജി, അഡ്വാൻസ്ഡ് സെൻസറുകൾ, ഫോട്ടോണിക്സ്, സൈബർ സിസ്റ്റംസ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നിവയിലെ ഗവേഷണ സഹകരണത്തിനാണ് കരാർ. OP ജിൻഡാൽ യൂണിവേഴ്സിറ്റി പുനെയിലെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടുമായാണ് സഹകരിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് പ്ലേസ്മെന്റ് ഉറപ്പാക്കാൻ ഇതിലൂടെ കഴിയുന്നു. സ്വകാര്യ സർവകലാശാലകൾ പ്രത്യക്ഷത്തിൽ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. മാറുന്ന കാലത്തിനനുസരിച്ച് വിദ്യാഭ്യാസം നൽകുക എന്നത് ഭരണകൂടത്തിന്റെ കർത്തവ്യമാണ്. എന്നാൽ കേരളമാണ് സ്ഥലം. ചെങ്കോടിത്തണലിൽ നിന്നില്ലെങ്കിൽ കേരളത്തിൽ ഒരു സ്ഥാപനം പോലും നടത്താൻ കഴിയില്ല. സ്ഥാപനം തുടങ്ങുന്നതുവരെ ചുവന്ന പരവതാനി വിരിക്കുകയും പിന്നീട് കല്ലുമാല അണിയിക്കുകയും ചെയ്യുന്ന സംസ്ഥാനത്ത് എത്ര സ്ഥാപനങ്ങൾ സധൈര്യം കടന്നുവരും എന്നതാണ് അറിയേണ്ടത്. കാസർഗോഡും ഇടുക്കിയിലും അടക്കം സ്വകാര്യ യൂണിവേഴ്സിറ്റികൾക്കായി ഭൂമി വാങ്ങിക്കൂട്ടുന്നുണ്ട്. ആ വികസിത പ്രദേശങ്ങളാണ് ഏക്കർ കണക്കിന് ഭൂമി വാങ്ങിക്കൂട്ടുന്നത്. സ്വകാര്യ യൂണിവേഴ്സിറ്റികൾ തുടങ്ങാൻ അന്യ സംസ്ഥാനങ്ങളിലെ അടക്കം പ്രശസ്തമായ വിദ്യാഭ്യാസ ഗ്രൂപ്പുകളും ട്രസ്റ്റുകളും സൊസൈറ്റികളും രംഗത്തുണ്ട്.
രാജ്യത്തെ ആകെ സർവകലാശാലകളിൽ 40% സ്വകാര്യ സർവകലാശാലകളാണ്. കോളേജുകളിൽ 200 അത്യാധുനിക കോഴ്സുകൾ തുടങ്ങാൻ വിദഗ്ധ സമിതി ശുപാർശ ചെയ്തെങ്കിലും കടുത്ത സാമ്പത്തിക പ്രതിസന്ധി കാരണം നടന്നില്ല. കോഴ്സുകൾക്കായി സർക്കാർ എയ്ഡഡ് കോളേജുകളിൽ തസ്തികകളും ലബോറട്ടറി, ലൈബ്രറി, ക്ലാസ് റൂം അടക്കം അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കേണ്ടിയിരുന്നു. സ്വകാര്യ വാഴ്സിറ്റികൾ വരുന്നതോടെ സർക്കാരിന് പണച്ചെലവില്ലാതെ മികച്ച പഠന സൗകര്യം ഒരുങ്ങും. ഇന്ത്യയിലെ സ്വകാര്യ വാഴ്സിറ്റികളുടെ കണക്ക് ഇപ്രകാരമാണ്: 2012 190, 2019 407, 2021 421, 2023 430. സ്വകാര്യ സർവകലാശാലകൾ ആരംഭിക്കുന്നതിന് നിയമം കൊണ്ടുവന്ന ശേഷം അപേക്ഷ സ്വീകരിക്കും. UGC മാർഗനിർദ്ദേശ പ്രകാരമാണ് വിദേശ സർവകലാശാല ക്യാമ്പസുകൾ സംസ്ഥാനത്ത് സ്ഥാപിക്കുക. ഇതിന് കേന്ദ്ര അനുമതി വേണം. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ജനകീയ സംഭാവനയിലൂടെ ഫണ്ട് ശേഖരിക്കും. ഉന്നത വിദ്യാഭ്യാസ നിക്ഷേപ നയം രൂപീകരിക്കാൻ ഓഗസ്റ്റിൽ ഗ്ലോബൽ കോൺക്ലേവ് സംസ്ഥാനത്ത് നടത്തും. ദേശീയ രാജ്യാന്തര സ്ഥാപനങ്ങളുമായി സഹകരിച്ച് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുന്നതിന് പ്രോത്സാഹനവും പാക്കേജുകളും നയത്തിലുണ്ടാകും. സ്റ്റാമ്പ് ഡ്യൂട്ടി, ട്രാൻസ്ഫർ ഡ്യൂട്ടി, രജിസ്ട്രേഷൻ ചാർജ് എന്നിവയിൽ ഇളവ്, എല്ലാ അംഗീകാരങ്ങൾക്കും ഏകജാലക ക്ലിയറൻസ്, വൈദ്യുതിക്കും വെള്ളത്തിനും സബ്സിഡി നിരക്ക്, നികുതി ഇളവ്, മൂലധനത്തിന് മേലുള്ള നിക്ഷേപ സബ്സിഡി എന്നിവയും നയത്തിന്റെ ഭാഗമായിരിക്കും. ഇത്തരത്തിൽ പിണറായി രൂപകൽപ്പന ചെയ്ത ഒരു വമ്പൻ പദ്ധതിക്കാണ് CPI ഉടക്കിട്ടിരിക്കുന്നത്. സ്വകാര്യ വാഴ്സിറ്റികൾ എന്ന ആശ്രയത്തെ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ SFI എതിർത്തു തുടങ്ങിയതാണ്. സ്വകാര്യ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ അനുകൂലിക്കുന്നു എന്ന പേരിലാണ് മുൻ അംബാസിഡർ TP ശ്രീനിവാസനെ SFI ഐക്കാർ പൊതുനിരത്തിൽ ചവിട്ടിത്താഴ്ത്തിയത്. എന്നിട്ടും സർക്കാർ നയത്തെ TP ശ്രീനിവാസൻ സ്വാഗതം ചെയ്യുന്നു. നഷ്ടമായത് 15 വർഷമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. സഖാവ് പുഷ്പനെയും പുഷ്പഗിരിയെയും മറന്നാണ് സർക്കാരിന്റെ പുതിയ നയപ്രഖ്യാപനം. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കേരളത്തിലെ നിരവധി കോളേജുകളിലെ സർക്കാർ മെറിറ്റ് സീറ്റുകൾ തന്നെ ഒഴിഞ്ഞുകിടക്കുന്ന സ്ഥിതിയാണ്. കേരളത്തെ വിദ്യാഭ്യാസ ഹബ്ബാക്കി മാറ്റണമെന്ന ഉദ്ദേശത്തോടുകൂടി വിദ്യാഭ്യാസ മേഖല സ്വകാര്യ മൂലധനത്തിന് തുറന്നുകൊടുത്തതിന്റെ പരിണിത ഫലമായി ആരംഭിച്ച സ്വകാര്യ സ്വാശ്രയ കോളേജുകളുടെ എണ്ണം ഇന്ന് കേരളത്തിൽ 1500-ൽ കൂടുതലാണ്. ഇവയിൽ മെഡിക്കൽ, നഴ്സിംഗ് കോഴ്സുകൾ ഒഴിച്ച് മറ്റു മിക്ക കോഴ്സുകളിലും സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുകയാണ്. പല എഞ്ചിനീയറിംഗ് കോളേജുകളും സീറ്റുകൾ തിരികെ നൽകുകയും ചിലവ പൂട്ടിപ്പോവുകയും ചെയ്ത കാര്യവും മന്ത്രി ഇവിടെ ബോധപൂർവ്വം മറച്ചുവെച്ചുകൊണ്ടാണ് ഈ ഗീർവാണമടിക്കുന്നത്. വിദേശ വിദ്യാർത്ഥികൾ കേരളത്തിലെ സർവകലാശാലകളിലേക്ക് വരുന്നത് കേന്ദ്ര പൂളിൽ നിന്നാണ്, അല്ലാതെ കേരളത്തിന്റെ പഠന മികവോ മറ്റേതെങ്കിലും ഉദ്യമ ഫലമോ കൊണ്ടല്ല. കേരളം മാറി മാറി ഭരിച്ച ഇടത് വലത് സർക്കാരുകൾക്ക് വിദ്യാഭ്യാസ നിലവാര തകർച്ചയിലുള്ള ഉത്തരവാദിത്തത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാനാവില്ല. എങ്കിലും ഇടതുപക്ഷത്തിന്റെ ഉത്തരവാദിത്തം അല്പം കൂടുതലാണ്. കാരണം കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ നിയന്ത്രിക്കുന്നത് ഇടതുപക്ഷ ബഹുജന സംഘടനകളും അവരുടെ രാഷ്ട്രീയ അജണ്ടകളും തന്നെയാണ്. വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാര തകർച്ചയുടെയും വിദ്യാഭ്യാസ പഠനാന്തരീക്ഷത്തിന്റെ മൂല്യച്യുതിയും കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ മാത്രം സംഭാവനകളാണ്. കേരളത്തിൽ നിന്നും വിദ്യാർത്ഥികൾ വിദേശ രാജ്യങ്ങളിൽ പോയി പഠിക്കുന്നത് സംബന്ധിച്ച് വിവിധ പഠനങ്ങളും സർവേകളും പുറത്തു വന്നിട്ടുണ്ട്. പഠനങ്ങൾ പറയുന്നത് വലിയൊരു വിഭാഗം കുട്ടികൾ കേരളത്തിലെ സാമൂഹിക ചുറ്റുപാടിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ പണം മുടക്കുന്ന രക്ഷിതാക്കൾ കുറച്ചുകൂടെ സുരക്ഷിത സ്ഥലങ്ങളിൽ പഠനത്തിന് വിടാൻ ആഗ്രഹിക്കുന്നു. പഠനത്തോടൊപ്പം പണം ആർജിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി വിദേശ രാജ്യങ്ങളിൽ പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികൾ ഈ വിദ്യാർത്ഥികളുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ കുറവാണ്. പാർട്ട് ടൈം ജോലി എന്ന രീതിയിൽ 6%, നല്ല ശമ്പളം എന്ന രീതിയിൽ 5%, കുറഞ്ഞ ഫീസ് എന്ന ചിന്തയിൽ 4% വിദ്യാർത്ഥികൾ വിദേശത്തേക്ക് പോകുമ്പോൾ 25% വിദ്യാർത്ഥികൾ പോകുന്നത് കേരളത്തിലെ സാമൂഹ്യ സാഹചര്യങ്ങൾ പഠനത്തിന് അനുയോജ്യമല്ല എന്നുള്ള കാഴ്ചപ്പാട് പുലർത്തിക്കൊണ്ടാണ്. മറ്റൊരു 60% വിദ്യാർത്ഥികൾ പോകുന്നത് ഉയർന്ന ജീവിത നിലവാരം പ്രതീക്ഷിച്ചിട്ടുമാണ്. അതായത് സ്ഥാപനങ്ങൾ ഇല്ലാത്തതല്ല പ്രശ്നം, പഠനാന്തരീക്ഷം ഇല്ലാത്തതാണ്, ഗുണനിലവാരം ഇല്ലാത്തതാണ്, നൈപുണ്യം നൽകാൻ കഴിയാത്തതാണ്. വിദേശ സർവകലാശാലകൾ കേരളത്തിലെത്തിയാൽ പൂട്ടുമെന്ന ഉറപ്പ് CPIക്കുണ്ട്. പിണറായി വിജയന്റെ കൺകെട്ട് വിദ്യകൾക്ക് കാത്തു നിൽക്കാതെ ഈ നയത്തെ എതിർക്കാൻ CPI തീരുമാനിച്ചത് ഇതുകൊണ്ടാണ്. മദ്യനയം ചർച്ചകൾക്ക് വന്നാലും മന്ത്രി പ്രസാദ് ഇതേ നയം തന്നെ സ്വീകരിക്കും. ഇലക്ഷനുകൾ അടുത്തു വരുന്ന സാഹചര്യത്തിൽ CPI പിണക്കാൻ പിണറായി തയ്യാറല്ല. അതിനാൽ CPI കൂടി വിശ്വാസത്തിലെടുത്ത് മാത്രമേ ഇക്കാര്യത്തിൽ സർക്കാർ സമവായത്തിലെത്തുകയുള്ളൂ. സ്വകാര്യ സർവകലാശാല വിട്ടാലും ബ്രൂവറി പിണറായിക്ക് നടപ്പാക്കാതിരിക്കാനാകില്ല. പണം മറിയുന്ന ചെപ്പടി വിദ്യകൾ എങ്ങനെയാണ് സർക്കാർ ഉപേക്ഷിക്കുക?